എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിൽ ഇന്ന് നടന്ന ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ലോക റെക്കോർഡ് വിജയം. അയർലൻഡിനെതിരെ ഇന്ന് ടോസ് നേടി ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സൂപ്പർ താരമായ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മലയാളി താരം സഞ്ജു ഇന്ന് പുറത്തിരുന്നു. ബൗളിംഗിലും ബാറ്റിംഗിലും ഇന്ത്യയുടെ ആധിപത്യമാണ് ന്യൂയോർക്കിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നാം ഓവറിൽ തന്നെ അർഷദീപ് ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. അയർലൻഡ് ക്യാപ്റ്റൻ പോൾ സ്റ്റെർലിങ്ങിനെയാണ് അർഷദീപ് മടക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ മൂന്നാം ഓവറിലെ അവസാന പന്തിൽ മറ്റൊരു ഓപ്പണർ ആയ ബാബറിനെയും അയർലൻഡിന് നഷ്ടമായി. ഇരുവർക്കും 7 റൺസ് മാത്രമാണ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ കൂട്ടിച്ചേർക്കാൻ സാധിച്ചത്. എന്നാൽ പിന്നീട് ക്രീസിൽ എത്തിയ ഹാരിഡെക്കർ ലോർക്കണ്ടക്കർ സഖ്യം അയർലൻഡ് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചെങ്കിലും ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയ്ക്ക് വേണ്ടി വീണ്ടും ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. 13 പന്തിൽ 10 റൺസ് നേടിയ ഡക്കറാണ് ഇത്തവണ പുറത്തായത്. ഇതോടെ 34-4 എന്ന നിലയിലേക്ക് അയർലൻഡ് കൂപ്പുകുത്തി. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർക്കും അയർലൻഡ് നിരയിൽ തിളങ്ങാൻ സാധിച്ചില്ല. എന്നാൽ അയർലൻഡ് വാലറ്റം ഇന്ത്യയെ ഒന്ന് വെള്ളം കുടിപ്പിച്ചെങ്കിലും ബുംറ ബൗളിംഗിൽ പിടിമുറുക്കിയതോടെ അയർലൻഡ് ഓൾ ഔട്ട് ആയി. 14 പന്തിൽ 26 റൺസ് നേടിയ ഗരറ്റ് എലിനിയാണ് അയർലൻഡിന്റെ ടോപ്പ് സ്കോറർ. അങ്ങനെ അവസാനം അയർലൻഡ് 16 ഓവറിൽ 96 റൺസ് നേടി ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി. ഇന്ത്യൻ ബൗളിംഗിൽ ഹാർദിക് പാണ്ഡ്യ 3 വിക്കറ്റ് നേടിയപ്പോൾ ബുംറ, അർഷദീപ് എന്നിവർ രണ്ടും, സിറാജ് അക്സർ എന്നിവർക്ക് ഓരോ വിക്കറ്റും ലഭിച്ചു. ഇന്ത്യൻ ബൗളിംഗിന് മുന്നിൽ അയർലൻഡ് ബാറ്റ്സ്മാൻമാർക്ക് ഒന്ന് പൊരുതാൻ പോലും സാധിച്ചില്ല. 97 എന്ന ചെറിയ വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ ആദ്യം മുതൽ അടിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആരാധകർ കാത്തിരുന്ന രോഹിത് കോഹ്ലി സഖ്യം ആണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യ ഓവറിൽ രോഹിത്തിന്റെ ഒരു ക്യാച്ച് അയർലൻഡ് താരം നഷ്ടമാക്കിയെങ്കിലും പിന്നീട് രോഹിത്തിന്റെ വെടിക്കെട്ടാണ് ന്യൂയോർക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൂന്നാം ഓവറിൽ ഇന്ത്യക്ക് കോഹ്ലിയെ നഷ്ടമായി. 1 റൺസ് നേടിയാണ് താരം പുറത്തായത്. എന്നാൽ പന്ത് രോഹിത് സഖ്യം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. വെറും 6 ഓവറിൽ തന്നെ ഇന്ത്യ 50 കടന്നു. അയർലൻഡ് ബൗളർമാർക്ക് ശരിക്കും കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ അവസാനം അയർലൻഡിനെ പഞ്ഞിക്കിട്ട് ഇന്ത്യ ആദ്യ മത്സരം തന്നെ ജയിച്ചിരിക്കുകയാണ്. റെക്കോർഡ് വിജയമാണ് ഇന്ത്യ അയർലൻഡിനെതിരെ സ്വന്തമാക്കിയത്. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ തങ്ങളുടെ അക്കൗണ്ട് തുറന്നു. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.